ഇവിടെ കടയിലിരിക്കുന്നവർക്കും വാഹനത്തിൽ പോകുന്നവർക്കും തിരിച്ചറിയുന്നുണ്ടാവും. കാരണം ജെറുസലേം ധ്യാന സെന്ററിന്റെ ഡയറക്ടറായ പട്ടത്തച്ഛൻ കുഞ്ഞു പൈതങ്ങളുമായിട്ടാണ് വന്നിരിക്കണേ. വീട്ടിൽ ടിവിയിലും മൊബൈലും കോമിക്സ് കളിക്കുന്ന പിള്ളേരെ അച്ഛൻ്റെ കൂടെ അതൊക്കെ നീക്കി വെച്ചുകൊണ്ട് ഈ മഴയത്തും ഈ കാലാവസ്ഥയിലും വചനം പെരുമഴയായിട്ട് ഈ മഴക്കാലത്ത് വിളമ്പുവാനാണ് ഇനി നർത്തന സെന്ററിൽ വന്നിരിക്കുന്നത്. അതുപോലെ തൃശ്ശൂർ രൂപതയുടെ പ്രോലൈഫിൻ്റെ ആ പ്രവർത്തനങ്ങളുടെ ഏറ്റവും തീക്ഷ്ണമായ ഒരു ശക്തിയാണ് ജെയിംസ് ആഴ്ചനാടും മാഷും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒത്തുചേർന്നാണ് ഈ പെരുമഴയത്ത് ഇവിടെ നർത്തന സെന്ററിൽ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം അതിനെന്തോ ഒരു വില ഉണ്ട്. അതാണ് ഇതിൻ്റെ പേര് തന്നെ, ജീവസേനാനികൾ. തൻ്റെതായ ജീവിതത്തിൻ്റെ വില തന്നെ നാം മനസ്സിലാക്കിയാൽ മാത്രമേ മറ്റുള്ളവരുടെ നഷ്ടപ്പെടുന്ന വേദനകൾക്കും മറ്റുള്ളവരുടെ നഷ്ടപ്പെടുന്ന ജീവനുകളും നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനാലാണ് കുഞ്ഞു ചെറുപ്പത്തിൽ തന്നെ ഒരു കുഞ്ഞു ഉദരത്തിൽ രൂപാന്തരപ്പെടുമ്പോൾ തന്നെ നശിപ്പിക്കുന്ന ഭ്രൂണഹത്യ എന്ന പ്രവണതയെ, അതിൻ്റെ പാപഭാരത്തിൻ്റെ വലിപ്പം തിരിച്ചറിയുവാൻ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഈ കൂട്ടായ്മ, ജീവസേനാനികൾ എന്ന കൂട്ടായ്മ ഈ തെരുവോരത്ത് വന്ന് ഈ കാലാവസ്ഥയിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ ഭ്രൂണഹത്യ എന്ന നിസ്സാരവൽക്കരിക്കപ്പെടുന്ന കാഴ്ച, ആ സംഭവങ്ങൾ നാം തിരിച്ചറിയണം, അതിൻ്റെ പാപത്തിൻ്റെ വില. ഒരിക്കൽ എൻ്റെ പുനർജീവനാശ്രമത്തിലെ മിഷൻ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ ദമ്പതികൾ 2 കുഞ്ഞുങ്ങളുമായിട്ട് വന്നു. അവർ BSc നേഴ്സാണ്, ക്വാളിഫൈഡാ. അവർ വന്ന് സംസാരിച്ചിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കര വിഷമത്തിലാണ്. അതൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അറിയുന്നു അവരുടെ ഒരു കുഞ്ഞ് അവർക്ക് അബോർഷനായി കളയേണ്ടി വന്നിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആശ്വസിപ്പിച്ചു, എൻ്റെ പൊന്നുമക്കളെ, ഉദരത്തിൽ നിന്ന് പോയ കുഞ്ഞിനെ പ്രതി നിങ്ങൾ വേദനിച്ച് കഴിയാതിരിക്കുക. കാരണം ആ കുഞ്ഞ് ഒരിക്കലും പാപം ചെയ്യാതെ മാലാഖയായിട്ട് തിരിച്ചു സ്വർഗ്ഗത്തിലേക്ക് പോയിരിക്കുക. നിങ്ങളുടെ ഭാഗത്ത് ആ മേഖലയിൽ ഒരു തെറ്റും ഇല്ലാതിരുന്നാൽ നിങ്ങളുടെ ഉദരഫലം ഒരു മാലാഖയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കുക. പക്ഷേ ഒരു തെറ്റും ചെയ്യാതിരിക്കണം. അപ്പോൾ ആ ഹസ്ബൻഡ് പറഞ്ഞു, അതെ ബ്രദർ നന്നായി പറഞ്ഞു കൊടുക്ക്, ഇവൾക്ക് ആകെ എന്ത് വന്നാലും ആകെ കൂടി പറയുന്നൊരു കാരണം ആ കുഞ്ഞിൻ്റെ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അത് മാലാഖയാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവരുടെ പ്രശ്നം തീരും. എന്നാലും ഈ മകളുടെ എന്തിലും കരച്ചിലും തീരുന്നില്ല. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു, ബ്രദറെ ഒന്ന് അവിടെ ഒന്നുകൂടി ഒന്ന് ബലപ്പെടുത്തി, ഞാൻ പുറത്തേക്ക് എടുക്കാം. ഒന്നുകൂടി ഒന്ന് ബലപ്പെടുത്താൻ നോക്കിയപ്പോൾ ആ മകള് പറയാണ് വേദനയോടുകൂടി ഭർത്താവ് നീങ്ങിയപ്പോൾ അവർക്ക് ഏറ്റവും വലിയ തടസ്സം അവരുടെ 8 വർഷം മുമ്പ് അവരുടെ ആഗ്രഹം യൂറോപ്പിലേക്ക് പോകാൻ എന്നുള്ളതാണ്. 2 BSc നേഴ്സാണ്. അപ്പോൾ എളുപ്പമുണ്ട്, പോയി കഴിഞ്ഞാൽ കുടുംബം സെറ്റിലാവും, സാഹചര്യങ്ങളൊക്കെ മാറും. അവരുടെ പ്രതീക്ഷ 3-4 കൊല്ലമായി ശ്രമിച്ചിട്ടും അവർക്ക് പോവാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഈ മകൾ പറയാണ്, ബ്രദർ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് പേടി വന്നത് കൂടുതൽ. എന്ത്? നിങ്ങളുടെ തെറ്റിനാൽ അബോർഷനാണെങ്കിൽ അത് പാപമാണ്, പാപഭാരമാണ്. അപ്പോൾ ഈ മകൾ പറയാണ്, എൻ്റെ ഭർത്താവ് അറിയാതെയാണ് ഞാൻ അത് അബോർഷൻ കളഞ്ഞത്. കാരണം ഞങ്ങൾ യൂറോപ്പിലേക്ക് പോകാൻ, ഹോളണ്ടിലേക്ക് പോകാനുള്ള പേപ്പറൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ബോംബെയിലേക്ക് ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ഞാൻ പ്രഗ്നൻ്റാണ്. ഇത്രയും മെഡിക്കൽ സയൻസിലെ അറിവുള്ള ആ കുടുംബത്തിലെ അവരുടെ പോക്കിനും അവരുടെ വളർച്ചയ്ക്കും ആ കുഞ്ഞൊരു തടസ്സമാണെന്ന് കണ്ടപ്പോൾ ഭർത്താവ് അറിയാതെ മെഡിക്കൽ സയൻസിൽ പരിചയമുള്ള പരിജ്ഞാനം ഉപയോഗിച്ച് സിസ്റ്റമായി ദൈവം അവർക്ക് ഒരുക്കി കൊടുത്തു. നറത്തറ നിവാസികളെ, ഞങ്ങൾക്ക് ഇരിക്കുവാനായി വേദി ഒരുക്കി തന്ന ഈ കടയുടെ ഉടമസ്ഥരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന തൊഴിലാളികളും ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സും കടകളിൽ ജോലി ചെയ്തുകൊണ്ട് ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ മക്കളെയും സ്നേഹത്തോടെ ഓർത്തുകൊണ്ടാണ് ജീവസേനാനികൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. പലരും ചോദിക്കും, എന്തിനാണ് ഈ പെരുമഴയത്ത് ഇങ്ങനെ
വേദനയിൽ ഒരു സുഖമുണ്ട് എന്ന് കണ്ടറിഞ്ഞിട്ടുണ്ട്. സഭയുടെ ചരിത്രത്തിൽ ലാംബ്രെ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ റോഡ് സൈഡിലുള്ള വേസ്റ്റ് ബോക്സിൽ നിന്ന് വേസ്റ്റ് തിന്ന് ജീവിച്ചൊരു മനുഷ്യനാണ്. അത് കഴിക്കുമ്പോഴെല്ലാം അവൻ ചിന്തിക്കുകയാണ്, ദൈവമേ, ഒരു നസ്രസിൽ ഒരു കാര്യത്തൊഴുത്തി പിറന്ന യേശുവിനെ പോലെ എനിക്കും ഇങ്ങനെയാകാൻ കഴിഞ്ഞത് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആ വേദനയിൽ, ആ ദാരിദ്ര്യത്തിൽ അവൻ ദൈവത്തെ കണ്ടു. അറിയണം മകളെ, വർഷങ്ങൾക്ക് ശേഷം തിരുസഭയിലെ ഒരു വിശുദ്ധനായ ജോസഫ് ലാംബ്രയായി മാറുകയാണ്. വിശുദ്ധനായിരിക്കുന്ന 10-ാം പീസ് മാർപ്പാപ്പയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം പലരും ഷെയർ ചെയ്തിട്ടാണ് തൻ്റെ ജീവിതത്തിൽ ഭക്ഷണം കഴിച്ചത്. ഇന്ന് കേരളത്തിൻ്റെ ഈ ദയനീയമായ അവസ്ഥ, ഈ കാലാവസ്ഥയുടെ കൊടും ഭീകരത, കാലവർഷത്തിൻ്റെ കെടുതി, ഇതിലൊക്കെ കർത്താവിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ഒരു അനുഗ്രഹം ദൈവം നമുക്ക് തരുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ദൈവമായ കർത്താവ് ജെറമിയ പ്രവാചകനോട് പറയുന്നു, ജെറമിയ 31:3, വിദൂരങ്ങളിൽ നിന്ന് അവിടുന്ന് അവനെ നോക്കി അരുൾ ചെയ്തു, എൻ്റെ സ്നേഹം അനന്തമാണ്, എൻ്റെ വിശ്വസ്തത അചഞ്ചലമാണ്. ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹവും ഒരിക്കലും അസ്തമിക്കാത്ത വിശ്വസ്തയുമായി നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ദൈവത്തെ നമ്മൾ പലരും കണ്ടുമുട്ടിയിട്ടുള്ളതാണ്. അതൊരു പക്ഷെ വഴിയോരത്ത് വെച്ചിട്ടായിരിക്കാം, ദൈവാലയത്തിൽ വെച്ചിട്ടായിരിക്കാം, അമ്പലത്തിൻ്റെ നടയിൽ വെച്ചിട്ടായിരിക്കാം, മോസ്കിൻ്റെ തെരുവീതിയിൽ വെച്ചിട്ടായിരിക്കാം. ദൈവത്തെ കണ്ടുമുട്ടിയ അനേക മക്കൾ ഈ നടത്തരുടെ ജംഗ്ഷനിൽ നിന്നുകൊണ്ട്, വാഹനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയോ നന്മ ചെയ്ത് ജീവിക്കേണ്ട അനേക മക്കളെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് കൊന്നുപോയതിൻ്റെ ദുഃഖം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ കുറ്റബോധത്തിൽ നിന്ന് നേരത്തെ ശ്രമിച്ചതുപോലെ പാപബോധത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ദൈവമേ എന്ന് കരമുയർത്തി പ്രാർത്ഥിച്ചാൽ അവൻ്റെ നിലവിളി കർത്താവ് കേൾക്കും. ഒരു നല്ല സാമൂഹ്യ നേതാവായി തീരേണ്ട പലരെയും അമ്മയുടെ ഗർഭപാത്രത്തിൽ കൊന്നുകളഞ്ഞിട്ടില്ലേ? ശാസ്ത്രജ്ഞന്മാരായി തീരേണ്ടവർ അമ്മയുടെ ഗർഭപാത്രത്തിൽ കൊന്നുകളഞ്ഞിട്ടില്ലേ? അതിൻ്റെ ദുഃഖങ്ങൾ പേറുന്ന ഒരു ജനതയുണ്ട്. അതിന് പാപപരിഹാരം എന്നോണമാണ് ഇന്ന് ജീവസേനാനികൾ ഇന്ന് നടത്തറയുടെ ജംഗ്ഷനിൽ ഏതാനും ചില വചനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. അല്പസമയം കഴിഞ്ഞാൽ എന്നോടൊപ്പം വന്നിരിക്കുന്ന കുഞ്ഞു മക്കളുടെ വചനം നമ്മളിവിടെ പറയും. ഈ പറയുന്ന വചനം ഈ മണ്ണിൽ വീഴും. വർഷങ്ങൾക്ക് ശേഷം ആ വചനം മുളയ്ക്കും.